ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാമതൊരു ഓൾ ഇന്ത്യ ട്രിപ്പിലായിരുന്നു. കേരള ടു അരുണാചൽ സീരീസിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ദിറാങ്ങിലാണ്. അവിടുന്ന് നമ്മൾ മൊണാസ്ട്രിയും സംഗ്ടി വാലിയൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയി ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്കാണ്. ഹോം സ്റ്റേയിൽ ചെന്ന് ലഗേജൊക്കെ പാക്ക് ചെയ്ത് അടുത്ത് കണ്ടൊരു പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ തവാങ്ങിലേക്കുള്ള യാത്ര തിരിച്ചു. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ ഒരു മൊമെൻ്റ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നയാത്രയുടെ സാക്ഷാത്കാരമാണ് ഈ സംഭവിക്കാൻ പോണത്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് അത്രയധികം സന്തോഷമുണ്ട്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ദുൽഖറിൻ്റെ ഫിലിം കണ്ടപ്പം തൊട്ട് ഞങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയൊരു പേരാണ് തവ. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ടൈം തൊട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയധികം സന്തോഷമുണ്ട്. ഇപ്പം തന്നെ ടൈം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 മണി കഴിയുമ്പോഴേ നേരെ ഇരുട്ടും. അതിനു മുന്നേ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സേലാ പാസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറും തോറും റോഡുകൾ ഇടുങ്ങി തുടങ്ങി. കാലാവസ്ഥ പെട്ടെന്ന് മാറി. വഴികളിലെല്ലാം മഞ്ഞ് വ്യാപിച്ച് കിടക്കുകയായിരുന്നു. തണുപ്പാണെങ്കിൽ കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. റോഡുകളുടെ വിസിബിലിറ്റി വളരെ കുറവാണ്. ഇതിലേന്ന് ഒരു വണ്ടി വന്നാൽ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മുകളിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. മേഘങ്ങളോടൊപ്പമാണോ ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച. ദൂരെ നിന്ന് തന്നെ മഞ്ഞുമലകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇനിയും ഏകദേശം 50 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഇങ്ങനെയാവും. നല്ലൊരു പ്രകാശം വരും. പിന്നീട് വീണ്ടും മഞ്ഞ് വ്യാപിക്കും. വഴികളിലൊന്നും തന്നെ ആരെയും കാണാനില്ല. ആർമി ക്യാമ്പുകളാണ് ഞങ്ങൾ ഈ വഴികളിൽ മൊത്തം അങ്ങോട്ട് കണ്ടത്. ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്താൽ നമുക്ക് സേലാ പാസിൽ എത്തിച്ചേരാം. അങ്ങനെ ദൂരെ നിന്ന് തന്നെ ഞങ്ങൾ ആ ബോർഡ് കണ്ടു. സേലാ പാസ് 13,700 ഫീറ്റ്. ഒരുപാട് ആളുകളുടെയും ഒരുപാട് ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ സ്വപ്നമായിട്ടുള്ള സേലാ പാസ്. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ ഒരുപാട് റൈഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അകത്തോട്ട് കയറുകയല്ല ചെയ്ത് പുറത്ത് നിന്ന് ആ കാഴ്ച നോക്കി കണ്ടു. ഹെൽമെറ്റ് ഊരിയപ്പോൾ എന്തോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കേരളത്തിൽ നിന്ന് സ്വന്തം വണ്ടിയിൽ ഇവിടം വരെ എത്തുന്നത് പോസിബിൾ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ഈ യാത്രയിൽ ഞങ്ങൾ 2 പേരല്ല ഉള്ളത്, 3 പേരാണ്. ഞങ്ങളുടെ ബൈക്ക് ഡൊമിനാർ. എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സിറ്റുവേഷൻസും അതിജീവിച്ച് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ഞങ്ങളുടെ ബൈക്കാണ്. കേരളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്ര എന്ന സ്വപ്നം സഫലമാക്കി തന്ന ഞങ്ങളുടെ ഡൊമിനാർ. കുറേ നേരത്തേക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ആ മൊമെൻറ്റിൽ ജീവിക്കുകയായിരുന്നു. താഴെ വെച്ച് ഞങ്ങൾ 2 മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ തിരുവനന്തപുരവും ഒരാൾ കോട്ടയവും. അവർ ആസാമിൽ നിന്ന് വണ്ടി റെൻ്റിനെടുത്ത് വന്നതാണ്. അവർ ഞങ്ങൾക്ക് 2 മാഗിയും പിന്നെ അവിടുന്ന് ഫ്ലാഗും മേടിച്ച് തന്നു. റോഡിന് ഇരുവശവും കാണാൻ പറ്റുന്ന കാഴ്ച മഞ്ഞ് മുഴുവനും ഉരുക്കി തുടങ്ങിയതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള തവാങ്ങിൻ്റെ വീഡിയോസിൽ റോഡിന് ഇരുവശവും നിറച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുക. ഞങ്ങൾ വന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഒരു റൈഡറിൻ്റെ പെർസ്പെക്റ്റീവിൽ റൈഡിങ്ങിന് കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു മാസം തന്നെയാണ് ഏപ്രിൽ. ഒരുപാട് മഞ്ഞൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെമ്പറേച്ചർ 5 ഡിഗ്രിയാണ് ഫോണിൽ കാണിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി നേരെ പോണത് തവാങ്ങിലേക്കാണ്. അവിടെ ഞങ്ങളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.